എടാ, നിനക്കെന്താടാ ഇങ്ങനെ ഒരു മനം മാറ്റം? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ തന്നെയാണോ ഇത്? ഇതൊക്കെ എന്റെ ഒരു സന്തോഷത്തിന്. നിന്റെ സന്തോഷത്തിന് ഞാൻ കുടിച്ചാ മതിയോ? ആ, സന്തോഷം പങ്കുവെക്കാനുള്ളതല്ലടാ. എടാ അഖിലേ, നിന്റെ കാല് പിടിച്ചൊരു ബീർ വാങ്ങിത്തരാൻ പറഞ്ഞാല് പുറംകാല് കൊണ്ട് ചവിട്ടിട്ട് പോകുന്ന നീ ഇപ്പോ ഞാൻ ചോദിക്കാതെ തന്നെ സാധനം മേടിച്ചു തരുന്നു, ബീർ വാങ്ങിച്ചു തരുന്നു. എന്താടാ സംഭവം ഇപ്പം? അതൊന്നും നീ അറിയണ്ട. അറിയണം. അറിയാതെ ഞാൻ ഇതിന്നൊരു തുള്ളി തൊടത്തില്ല. ആ, എങ്കിൽ നീ കഴിക്കണ്ട. കണ്ണിച്ചോര ഇല്ലാത്തവനെ പോലെ പറയാതടാ. അറിയാനുള്ള ആഗ്രഹം കൊണ്ടല്ലേടാ. എടാ, ഞാൻ നിന്നോട് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ടില്ലേ, എപ്പോഴൊക്കെയോ ഒരു പെൺകുട്ടിയുടെ അദൃശ്യ സാന്നിധ്യം എനിക്ക് അനുഭവപ്പെടുന്നുണ്ടെന്ന്. പോസിറ്റീവ് വൈബ് അല്ലേ? അതാരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു. നക്ഷത്രയല്ലേ? അല്ല. പിന്നെ ആരാടാ? ശ്യാമ. ശ്യാമയോ? അപ്പൊ നക്ഷത്രയോ? ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണ്. എടാ, പിന്നെ ഏത് ഗ്യാപ്പിലാണ് ഈ ശ്യാമമേഘം കയറി വന്നത്? എടാ, നക്ഷത്ര എന്റെ ഭാവി വധു, ശ്യാമ എന്റെ പുതിയ ഫ്രണ്ട്. ഫ്രണ്ടോ? ആ, നിന്റെ ഏക ഫ്രണ്ട് ഞാനാവുന്നു. ഞാനല്ലാതെ മറ്റൊരു ഫ്രണ്ട് നിനക്ക് ഉണ്ടാവരുത്. നിന്നെക്കാളും വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളാ ഈ ശ്യാമ. ശ്യാമേനെ കാണുന്നത് തന്നെ നിന്റെ വീട്ടുകാർക്ക് വെറുപ്പാ. അപ്പം അവളിപ്പോ നിന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞാൽ? എടാ, ഞാൻ ആരെ ഫ്രണ്ടാക്കണമെന്ന് തീരുമാനിക്കുന്നത് എന്റെ വീട്ടുകാരല്ല. എടാ, പെൺ സുഹൃത്തുക്കൾ കുടുംബജീവിതത്തിൽ ബാധ്യതയായിട്ട് വരും. സൂക്ഷിക്കണം നീ. മാരേജ് വേറെ, ഫ്രണ്ട്ഷിപ്പ് വേറെ. ശ്യാമ എന്റെ അടുത്ത ഫ്രണ്ടാണെന്ന് തിരിച്ചറിഞ്ഞ ദിവസം എന്ന്. ഇതൊരു അപകടകരമായ കൂട്ടുകെട്ടാകുമെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. താങ്ക് യു. സുന്ദരിയും സുശീലിയും സർവോപരി ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധിയുള്ള ആളാണ് നക്ഷത്ര. ഭാര്യയും ഫ്രണ്ടും ഒരാളായിരിക്കുന്നല്ലടാ കുട്ടാ നല്ലത്. നക്ഷത്ര ന്യൂ ജനറേഷൻ ജാടകളില്ലാത്ത നിഷ്കളങ്കയായ ഒരു പെണ്ണ. അവളെ എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം അതാ. യെസ്, അതുപോലൊരു പെണ്ണ് നിന്റെ ലൈഫ് പാർട്ട്ണറായിട്ട് കിട്ടുന്നത് നിന്റെ ഒരു ഭാഗ്യമാണ്. ലക്കി ലക്കി ലക്കി. ലെറ്റ്സ് സെലിബ്രേറ്റ് അവർ ലൈഫ്. ആക്ട് ചെയ്യാൻ വന്ന നീ റിയൽ ലൈഫിൽ അതുപോലെ ആകുമോന്നാ എന്റെ പേടി. നിനക്കെന്താ ജയ് ഇപ്പൊ ഒരു ടെൻഷൻ? ഞാൻ ആദ്യമായിട്ടല്ലല്ലോ ഇങ്ങനെ ഒരു കോൺട്രാക്ട്. പിന്നെന്താ? വരനാകുന്നത് ഒരു കോടീശ്വരനാണ്. ചിലപ്പോ എന്റെ മനസ്സിലാകുമെന്നാണോ? നീ പറഞ്ഞതുപോലെ ജീവിതം ആഘോഷിക്കാൻ നമുക്ക് ക്യാഷ് വേണം. അജയ്, നീ ആവശ്യപ്പെട്ടതുപോലെ ഞാൻ ഏറ്റെടുക്കുന്ന അവസാനത്തെ കോൺട്രാക്ട് ഇത്. അത് കഴിഞ്ഞാൽ പിന്നെ എന്നും നമ്മൾ ഒന്നിച്ചു ജീവിക്കും. അതെ, ജഗന്നാഥം വെച്ച് നീട്ടുന്ന നക്കാപ്പിച്ച കാശുകൊണ്ട് നമുക്ക് എത്ര നാൾ ജീവിക്കാൻ പറ്റും? ഞാൻ കൊത്തിയതേ അവര് തരുന്ന തുകയിലല്ല, പിന്നെ കോടികൾ വിറ്റുവരവുള്ള 2 സ്ഥാപനങ്ങളുടെ ഉടമയാ ഇപ്പൊ അഖിൽ. അവന്റെ കയ്യിൽ നിന്നും നല്ലൊരു തുക ഞാൻ കൈക്കലാക്കിയിരിക്കും. നിന്റെ ഫാമിലിയും നക്ഷത്രയുടെ ഫാമിലിയും പണത്തിന്റെയും പാരമ്പര്യത്തിന്റെയും കാര്യത്തിൽ കട്ടക്ക് നിൽക്കും. അതുപോലെ സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ പാരമ്പര്യവും അന്തസ്സും വേണം. പാരമ്പര്യം നോക്കിയാണോ നീ എന്റെ ഫ്രണ്ടായത്? ഞങ്ങള് വലിയ പാരമ്പര്യമുള്ള ആളാ. തോമാസ് ലീഗ നേരിട്ട് വന്ന് മാമോദിസ മുക്കിയതാ ഞങ്ങളുടെ വലിയ കാരണവരെ. മനസ്സിലായോ? എടാ അഖിലേ, എടാ വാർന്നൊരു ബോർഡ് കണ്ടാ തിരിഞ്ഞു നടക്കുന്ന കക്ഷിയായിരുന്നല്ലോ നീ. ഈ ദുശീലൊക്കെ എപ്പോ തുടങ്ങി? ഞാൻ ഇവനൊരു കമ്പനി എടുക്കാൻ വന്നതല്ലേ. അതെ, ബാറിൽ വന്ന് ജ്യൂസ് കുടിക്കുന്നവനെ കാണണേ ഇപ്പൊ കണ്ടു. ഞാൻ വിചാരിച്ചു നീ തുടങ്ങിയെന്ന്. ഇവൻ കല്യാണം കഴിക്കാൻ പോകുന്നതിന്റെ ഹാങ് ഓവറില്ല, അതിന്റെ ഒരു ചെലവാണിന്ന്. മാരേജ് ഒക്കെ ആയോടാ? എങ്കിൽ നിന്നെ അറിയിക്കില്ലേ, പെൺകുട്ടിയെ കണ്ടു. നിന്റെ പഴയ സങ്കല്പം പോലെ കേരള തനിമയുള്ള പെൺകുട്ടിയാണോ? അതെ,
പഠിച്ചതൊക്കെ അങ്ങ് അമേരിക്കയിലാണ്. പക്ഷെ യാതൊരു ദുശീലവും ഇല്ലാത്ത തങ്കപ്പെട്ട സ്വഭാവമാണ് ആ പെൺകുട്ടിയുടേത്. അഖിലിന്റെ വീട്ടുകാരുടെ മുൻപിൽ അടക്കോ ഒതുക്കമുള്ള ഒരു പെണ്ണായി അഭിനയിക്കാൻ ഞാൻ ശരിക്ക് ബുദ്ധിമുട്ടി. ഇത് കഴിഞ്ഞാ നമുക്ക് ദുബായിൽ സെറ്റിൽ ആവണം. അതിനു വേണ്ടിട്ടാ ഞാൻ ഈ വളഞ്ഞ വഴികളിലൂടെ ഒക്കെ സഞ്ചരിക്കുന്നത്. കൈ നിറയെ പണം വേണം. അതുള്ളവന്റെ കൈ നിന്ന് നമ്മൾ തട്ടിയെടുക്കും. എങ്ങനെ? ശ്യാമ ഇങ്ങനെ കരഞ്ഞു തളർന്നിരുന്നാൽ എങ്ങനെയാ? ഇത്തരം സന്ദർഭങ്ങളിലല്ലേ നമ്മൾ ധൈര്യം കാണിക്കേണ്ടത്. എത്രമാത്രം നേർച്ച കാഴ്ചകൾ വെച്ചിട്ടാണെന്നറിയോ അവനിപ്പോ ആരോഗ്യത്തോടെ ജീവിക്കുന്നത്. അപ്പന്റെ രോഗം ഭേദമായിന്ന് ആശ്വസിച്ചിരുന്നപ്പോ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടായപ്പോ വല്ലാത്തൊരു പേടി. ഇനി എന്തിനാടാ പേടിക്കുന്നത്? നമ്മളവനെ ഹോസ്പിറ്റലിൽ എത്തിച്ചില്ലേ? മൈക്കിളെ, നിങ്ങളൊന്ന് ഇരിക്കവിടെ മിണ്ടരുത്. മണമുണ്ടല്ലേ? അച്ഛനെയോ ഏട്ടനെയോ വിവരം അറിയിക്കണ്ടേ? അവരൊരു കല്യാണത്തിന് പോയിരിക്കുക. എനിക്കാണെങ്കിൽ വിളിച്ചു പറയാൻ നമ്പറും കാണാതെ അറിയില്ല. അപ്പനെന്തേലും പറ്റിയ ഈ സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ശ്യാമേ, ശ്യാമ തനിച്ചല്ലല്ലോ, ഞാൻ കൂടിയില്ലേ. ഇവിടുത്തെ എന്ത് ആവശ്യത്തിനും ഞാൻ ശ്യാമയ്ക്കൊപ്പം ഉണ്ടാവും. ഡോക്ടർ അപ്പൂനിപ്പോ എങ്ങനെയുണ്ട്? മരുന്നിന്റെ സെഡേഷനില് നല്ല ഉറക്കത്തിലാ. എനിക്ക് അവനെ ഒന്ന് കാണണമായിരുന്നു. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തെങ്കിലും വെയിറ്റ് എടുത്തിട്ടുണ്ടാവും. അതിന്റെ ചെസ്റ്റ് പെയിൻ ആയിരിക്കും. നല്ല ശ്വാസതടസ്സം ഉണ്ടായിരുന്നു. അത് ക്രിട്ടിക്കൽ ആവും മുമ്പ് ഇവിടെ എത്തിച്ചതുകൊണ്ട് മറ്റു കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആ, ശ്യാമയെ ജസ്റ്റ് അകത്തൊന്ന് പോയി അനിയനെ കാണാൻ അനുവദിക്കാമോ? ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ച് അനിയനെ കാണുമ്പോ കൂടുതൽ വിഷമാവും. നമുക്ക് നാളെ അത് സത്യമാകരുതെന്ന് തന്നെയാ ഞാനും ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മുടെ ബിസിനസ് സ്ഥാപനങ്ങളെ തകർക്കാൻ ആരൊക്കെയോ ശ്രമിക്കുമ്പോ അതില് നമ്മുടെ അഖിയും പെട്ടുപോയിട്ടുണ്ടോന്നാ എനിക്കൊരു പേടി. ഈ വിഷയവും നമ്മുടെ ബിസിനസ്സും തമ്മിൽ എന്തിനാ കൂട്ടിക്കുഴയ്ക്കുന്നത്? നമ്മുടെ രണ്ടുപേരുടെയും വിവാഹശേഷമാണ് അച്ഛൻ സ്ഥാപനങ്ങളിലേക്ക് ചുമതല നമ്മളെ ഏൽപ്പിച്ചത്. പക്ഷേ അഖിയുടെ കാര്യത്തില് അങ്ങനെയല്ല സംഭവിച്ചത്. നമ്മുടെ കൊച്ചിയിലെയും തിരുവനന്തപുരത്തെയും 2 സ്ഥാപനങ്ങളുടെയും ചുമതല അഖിക്കാണ്. അവനെ സ്വാധീനിച്ച് അവിടുത്തെ പ്രവർത്തനങ്ങളുടെ താളം തെറ്റിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിലോ? പ്രലോഭനങ്ങളിൽ എത്ര നാൾ അവനിങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും? നീ പറയുന്നത് ശരിയാ. ശത്രുക്കൾക്ക് നമ്മളെ തകർക്കാൻ ഏത് മാർഗവും സ്വീകരിക്കാം. യാതൊരു എത്തിക്സും നോക്കേണ്ട കാര്യമില്ല. പക്ഷെ അതിലൊന്നും ചെന്ന് ചാടാതെ അഖിലിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം. നീ ശ്യാമയുടെ കാര്യം പറഞ്ഞപ്പോ ഞാനതത്ര കാര്യമാക്കില്ല. പിന്നീട് ഓരോ സംഭവങ്ങൾ കാണുമ്പോ എവിടെയോ ഒരു കുഴപ്പമുള്ളതുപോലെ. അവൻ നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സ് കളയോ? നമുക്ക് നമ്മുടെ കുടുംബത്തിന് മോശമാവുന്ന എന്തും അത് മുളയിലേന്നുള്ളതാണ് നല്ലത്. ഏതായാലും വിവാഹം വരെ അവന്റെ കാര്യത്തിൽ നമ്മള് കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കണം. അത് വേണം. അവൻ എവിടെ, ആരെ കാണാൻ പോകുന്നു, അവനുമായി ആരൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ രഹസ്യമായി അന്വേഷിക്കാൻ ഒരാളെ ഏർപ്പാടാക്കണം. ഈ കുടുംബത്തിന്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്നത് എന്തായാലും. എന്നാ ഒരു കമ്പനിക്ക് ഞാനും ഉണ്ണാവൃതം ഇരിക്കാം. അച്ഛനും അമ്മയും വന്ന് കഴിക്കേ. അകി വന്നിട്ട് ഞങ്ങൾ 3 പേര് ഒരുമിച്ചിരുന്ന് കഴിച്ചോളാം. ഇത്രയും താമസിച്ച സ്ഥിതിക്ക് അവൻ പുറത്തുനിന്ന് കഴിച്ചിട്ടേ വരൂ. ഏയ്, ഞാനിവിടെ കാത്തിരിക്കുന്ന അവനറിയാം. ആഹാ, ഇവിടെ ആരും ഉറങ്ങില്ലേ? ഐ, എന്താ വസുന്ധരാമേ മുഖം ബലൂണ് പോലെ ഇരിക്കുന്നത്? എവിടെ പോയാലും വൈകിട്ട് 8 മണിക്ക് മുന്നേ വീട്ടിലെത്തണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഓ, അതാണോ? ആ, അതെ, എന്റെ ഫ്രണ്ടിന്റെ അനിയന് ഒരു നെഞ്ചുവേദന. അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാ. ഏത് ഫ്രണ്ടിന്റെ?
അത് അച്ഛനറിയില്ല. ഞാൻ അറിയാത്ത ഏത് ഫ്രണ്ടാണ് നിനക്കുള്ളത്? ഹോസ്പിറ്റലിൽ പോവാ താമസിക്കുമെന്ന് ഞാൻ അരുണനെ വിളിച്ച് പറഞ്ഞാണല്ലോ. ഞാൻ പലതവണ വിളിച്ചിരുന്നു, നീ എന്താ ഫോൺ എടുക്കാഞ്ഞേ? വിളിച്ചായിരുന്നു. ഓ വിളിച്ചായിരുന്നല്ലേ. അത് ഈ ഹോസ്പിറ്റലിൽ ആ സമയത്തെ ടെൻഷൻ കാരണം ഫോൺ എടുക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ വസു, തക്കതായ കാരണമില്ലാതെ ഇവനിങ്ങനെ വൈകില്ല എന്ന്. വേഗം പോയി ഫ്രഷ് ആവാ. വസു, ഭക്ഷണം എടുത്തു വയ്ക്കും. ഞാൻ കഴിച്ചായിരുന്നു അച്ഛാ. അമ്മ നിന്നെ കാത്തിരിക്കുകയായിരുന്നു, വന്നിട്ട് ഒന്നിച്ച് കഴിക്കാമെന്ന് പറഞ്ഞ്. അയ്യോ സോറി വസന്തരാമേ, അതേ എന്റെ വയറ് ഫുള്ള്. ഗുഡ് നൈറ്റ്. ശ്യാമയോ? രാത്രിയിൽ അവളോടൊപ്പം നീ എവിടെ പോയതാ? ശ്യാമയുടെ അനിയനാ ഹോസ്പിറ്റലില്. അപ്രതീക്ഷിതമായി അവൾ എന്നെ സഹായത്തിന് വിളിച്ചു. ഞാൻ അവനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. അപ്പൊ ഇവര് തമ്മിൽ വെറുതെ ഒരു പരിചയമല്ല, ശ്യാമയുടെ കുരുക്കിലാക്കി വീണു കഴിഞ്ഞു. അമ്മയ്ക്ക് ശ്യാമയുടെ പേര് കേൾക്കുന്ന പോലെ ഇഷ്ടമല്ലെന്ന് എഴുതിക്ക് അറിയാലോ. അതുകൊണ്ടാ അമ്മ ചോദിച്ചപ്പോ ഫ്രണ്ടിന്റെ ബ്രദറാന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറിയത്. എന്താ അവന് പറ്റിയത്? ശ്യാമയുടെ അനിയന് ഹാർട്ടിന്റെ എന്തോ പ്രോബ്ലം. അതിന്റെ ട്രീറ്റ്മെന്റിനൊക്കെ ഒരുപാട് ചെലവ് വരുന്നതല്ലേ? ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ ഈ പ്രാവശ്യത്തെ ഹോസ്പിറ്റൽ ബില്ല് ഞാൻ കൊടുത്തോളാന്ന് പിആറോട് പറഞ്ഞിട്ടുണ്ട്. ഓ അത് ശരി, അവളിവനെ മുതലാക്കാനും തുടങ്ങി. ഇതിങ്ങനെ വിട്ടാ ശരിയാവില്ല. ഇന്നുകൊണ്ട് തന്നെ ഈ ബന്ധം അവസാനിപ്പിക്കണം. പറഞ്ഞത് ഇതുവരെ എന്റെ മോൻ നിനക്ക് തന്ന പണത്തിന്റെയോ സൗകര്യത്തിന്റെയോ സഹായങ്ങളുടെയോ കണക്ക് ഞാൻ ചോദിക്കുന്നില്ല. ഇനി നീ അവനെ കാണരുത്. അതിന് പകരമായിട്ട് നിനക്ക് എത്ര രൂപ വേണം ചോദിച്ചോ. പണത്തിന് വേണ്ടി ആണുങ്ങളെ വലവേശി പിടിക്കുന്ന പെണ്ണല്ല ഞാൻ. ഇത്രയും തരം താണ് മാഡം സംസാരിക്കരുത്. നീ ഞങ്ങളെ പഠിപ്പിക്കാൻ വരുന്നോ? നിന്റെ അനിയന്റെ അടുത്ത് അച്ഛനോ അമ്മയോ ആരെങ്കിലും കാണുമല്ലോ. ഇക്കാര്യം അവരും കൂടി അറിയട്ടെ, അല്ലെങ്കിൽ നിന്റെ വീട്ടിൽ വരാ. ഇതൊക്കെ കേൾക്കാനുള്ള ശക്തി എന്റെ വീട്ടുകാർക്കില്ല. ദയവ് ചെയ്ത് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത്. എങ്കിൽ മര്യാദയ്ക്ക് ജീവിക്കടി. നീ കാരണം എന്റെ മോനൊരു കളങ്കം ഉണ്ടാവാൻ പാടില്ല. ഇന്നത്തോടെ എല്ലാം അവസാനിപ്പിച്ചോളാം, കേട്ടല്ലോ. ഇല്ലെങ്കിൽ ഞാനായിട്ട് അവസാനിപ്പിക്കാൻ ഇറങ്ങിയ നിന്റെ കുടുംബം പോലും കാണില്ല. നടന്നു തന്നെ വാ മോളെ. നാളെ ഡിസ്ചാർജ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. നിനക്കൊരാപത്തം വരരുതെന്ന് രാവിളക്കോളം പ്രാർത്ഥിക്കായിരുന്നു അമ്മ. അമ്മ എന്തിനാ അമ്മ പേടിക്കുന്നേ? എനിക്കൊരു കുഴപ്പമില്ലല്ലോ. സുഖായിരിക്കുന്നു മോനെ. എല്ലാവരെയും ഒന്ന് ടെൻഷൻ എടുപ്പിച്ചു അല്ലേ മോനു? രാവിലെ വാസുവേട്ടനെ വിളിച്ചപ്പോഴാ അപ്പു ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞത്. അതുകൊണ്ട് നേരെ ഇങ്ങോട്ട് പോന്നു. വാസുവേട്ടനും അരവിന്ദനും കൂടി ഇപ്പൊ പോയതേ ഉള്ളൂ പുറത്തേക്ക്. നീ ഞങ്ങളുടെ അഖിലിനെ വശീകരിച്ചെടുക്കാനുള്ള ശ്രമമാണോ? ഒരു പണക്കാരൻ പയ്യനെ വശത്താക്കി അവനെ കൊണ്ട് ജീവിക്കാന്ന് കരുതിയോ? ഇനി നീ അവനെ കാണരുത്. അതിന് പകരമായിട്ട് നിനക്ക് എത്ര രൂപ വേണം? നീ കാരണം എന്റെ മോനൊരു കളങ്കം ഉണ്ടാവാൻ പാടില്ല. ഇന്നത്തോടെ എല്ലാം അവസാനിപ്പിച്ചോളാം, കേട്ടല്ലോ. ഞാനായിട്ട് അവസാനിപ്പിക്കാൻ ഇറങ്ങിയ നിന്റെ കുടുംബം പോലും കാണില്ല.
ഞങ്ങൾ ഇന്നലെ ഒരു കല്യാണത്തിന് പോയതാ, വരാൻ വൈകി. ഇവളാ അപ്പുനെ ഇവിടെ എത്തിച്ചത്. നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? നിന്റെ വിവാഹക്കാരെ സംസാരിക്കാൻ വേണ്ടി വിളിച്ചപ്പോ അച്ഛൻ പറഞ്ഞു. മോളുടെ മുഖം എന്താ കരഞ്ഞതുപോലെ ഇരിക്കുന്നേ? ഒന്നുമില്ല. ശരിയാണല്ലോ, ഇവിടുന്ന് കുറച്ചു മുമ്പ് പോയപ്പോ ചിരിച്ചു കളിച്ചു പോയ പെണ്ണ് ഇപ്പൊ ആരോ വഴക്കു പറഞ്ഞ പോലത്തെ ഭാവം. എന്താ മോളെ, ഹോസ്പിറ്റൽ ചെലവ് ഓർത്തിട്ടാണോ? അതൊക്കെ ഇന്നലെ ഇവളെ സഹായിക്കാമെന്ന് അഖില സാർ കൊടുത്തു എന്നാ പറഞ്ഞു. ഞങ്ങള് ഡോക്ടറെ കണ്ടിട്ടാ വരുന്നത്. അപ്പുവിനിപ്പോ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാ അദ്ദേഹം പറഞ്ഞത്. നിലവിലെ മെഡിസിൻസ് മുടക്കരുത്, ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. നേഴ്സ് പറഞ്ഞിരുന്നു. കുഴപ്പമൊന്നുമില്ല. ആ, മോൾ ഒന്നുകൊണ്ട് സങ്കടപ്പെടണ്ട. എന്ത് സഹായത്തിനും ഞങ്ങളുണ്ട്. അതെ, വിഷ്ണുവിന് അടുത്ത മാസം ഡൽഹിക്ക് ട്രാൻസ്ഫർ ആണെന്ന് പറഞ്ഞു. അപ്പോ വിവാഹം അധികം താമസിയാതെ നടത്തേണ്ടി വരും. ഡേറ്റും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് ഞങ്ങൾ അടുത്ത ദിവസം തന്നെ വീട്ടിലേക്ക് ഇറങ്ങാം. ഇത് കയ്യിൽ വെക്ക്. അയ്യോ, ഇതൊന്നും വേണ്ട. ഇനി അങ്ങോട്ട് ഒരുപാട് ചെലവുകൾ കാണും. ഇത് തിരികെ വാങ്ങണം. ഞാൻ ഇതിന്റെ മോൾക്ക് വേണ്ടി കൊടുക്കുന്നതാണെന്ന് കരുതിയാ മതി. പോട്ടെ മോളെ. അവക്ക് വേണ്ടി നീ എന്നോട് കളവ് പറയുന്നു, എന്നിട്ട് രഹസ്യമായിട്ട് സഹായിക്കുന്നു. അവളിപ്പോ നിന്നെ വലവീശി പിടിച്ചിട്ടുണ്ടോന്ന എന്റെ പേടി. അമ്മ എന്നെ മനസ്സിലാക്കിയിട്ടില്ല, അതിന്റെ 10-1 പോലും. ശ്യാമ ആരാണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. അവളാരാന്ന് നീ എന്നെ പഠിപ്പിക്കണ്ട. പിന്നെ നീ നിന്റെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കുന്നവളാ ഞാൻ, നിന്റെ അമ്മ. എനിക്ക് നിന്നെ മനസ്സിലാവുന്നില്ലെങ്കിൽ ഈ ലോകത്ത് നിന്നെ ആർക്കും പിടികിട്ടില്ല. അമ്മേ, ഒരു അത്യാവശ്യ ഘട്ടത്തിലാക്കി സഹായിച്ചതായിരിക്കും. അത് ഇത്ര വലിയ പ്രശ്നമാക്കണോ? എനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളാ ഞാൻ സംസാരിക്കുന്നേ. അത് ശരിയാണെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണല്ലോ ആനന്ദേട്ടൻ ഒരക്ഷരം പോലും പ്രതികരിക്കാതെ നിൽക്കുന്നേ. ഒരു വശത്ത് ഭാര്യ, മറുവശത്ത് മകൻ. ഇതിൽ ആരുടെ പക്ഷം ചേർന്ന് പറഞ്ഞാലും മറ്റൊരാൾക്ക് സങ്കടമാവും. അതെനിക്ക് വിഷമമാണ്. അതുകൊണ്ട് ഞാനിപ്പം മിണ്ടാതെ നിൽക്കുന്നത്. ഇതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോന്ന് അറിയണ്ടേ? ഇങ്ങനെ മറ്റാരും അറിയാതെ അഖിമൻ ആ പെണ്ണിനെ സഹായിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം കൂടി കണ്ടെത്തണം. അമ്മ അവളോട് ആവശ്യത്തിന് പറഞ്ഞിട്ടുണ്ട്. അല്പമെങ്കിലും മാന്യത ഉണ്ടെങ്കിൽ അവളിനി അക്കിയുടെ പരിസരത്ത് പോലും വരില്ല. ഇനി അതല്ല, നിനക്ക് മറ്റെന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ അതങ്ങ് ഉപേക്ഷിച്ചേക്ക്. എന്നിട്ടിനി നമ്മൾ തമ്മിൽ കണ്ടാ മതി. അത് നീ അഭിനയിക്കല്ലേ? നിന്റെ ഉള്ളിൽ കള്ളത്തരമില്ലെങ്കിൽ പിന്നെ എന്താ സത്യം പറഞ്ഞ? എടാ, നീ ഞങ്ങളോട് മാത്രമല്ല നമ്മുടെ അമ്മയോടും കള്ളം പറഞ്ഞു. അതിന്റെ സത്യാവസ്ഥ അറിയാനാ അമ്മ ഹോസ്പിറ്റലിലേക്ക് പോയത്. അവൾക്ക് വേണ്ടി നീ ആ കുടുംബത്തിന് ചെയ്തു കൊടുക്കുന്ന സഹായങ്ങളും ഞങ്ങൾ അറിഞ്ഞു. ഞങ്ങളിൽ നിന്നെല്ലാം മറച്ചുവെച്ച് ആ കുട്ടി എന്തിനാ ഇങ്ങനെ സഹായിക്കുന്നേ? അതൊക്കെ എന്റെ ജീവനേക്കാളും വലുതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മൂന്ന് തവണ എന്റെ ജീവൻ രക്ഷിച്ചവളാ ശ്യാമ. ഇനി നിങ്ങൾക്ക് ഇതുവരെ അറിയാത്ത മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം.
കുട്ടികളെ അന്ന് രക്ഷപ്പെടുത്തിയത് ശ്യാമയാ. രവീന്ദ്രന് 30 ലക്ഷം ക്യാഷ് ആയിട്ട് വേണമെന്ന് പറഞ്ഞോണ്ടാ, അല്ലെങ്കിൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്താൽ മതിയായിരുന്നു. ആ അല്ല, ഇതാരാ? ഹലോ, 1 മണിക്കൂർ കഴിഞ്ഞ് എത്തുമെന്ന് പറയൂ. ഞാനിപ്പോ അച്ഛനൊപ്പം വേറൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. കുറച്ച് സമയം വെയിറ്റ് ചെയ്യാൻ പറയൂ, ഞാൻ വിളിക്കാം. എന്താടാ? നമ്മുടെ കമ്പനിയില് ലേബർ ഓഫീസർ വിസിറ്റിന് എത്തുന്നു. ഇപ്പോഴെല്ലാം അറിയിക്കുന്ന. അരമണിക്കൂർ വെയിറ്റ് ചെയ്യട്ടെ. നീ ഇപ്പൊ അയാളെ അരമണിക്കൂർ വെയിറ്റ് ചെയ്യിച്ചാലേ പിന്നീട് നമുക്കൊരാവശ്യം വരുമ്പോ അയാൾ നമ്മുടെ 5 മണിക്കൂർ വേസ്റ്റ് ആക്കും. ഉപഭോക്താക്കളാണെങ്കിലും ഉദ്യോഗസ്ഥരാണെങ്കിലും ആദ്യം നോക്കുന്നത് പരിഗണനയാണ്, രണ്ടാമതാണ് ക്വാളിറ്റി. അച്ഛന് രവീന്ദ്രൻ സാറിന് ക്യാഷ് കൊടുക്കാൻ അങ്ങോട്ട് പോണ്ടേ? അതിന് നീ കൂടെ വരണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അച്ഛൻ ഒറ്റയ്ക്ക് പോണ്ട. ഓഫീസിൽ ഞാൻ ഇറങ്ങിയിട്ട് ഡ്രൈവറെയും കൂട്ടി വിടാം. എടാ, നീ ഓഫീസിൽ ഇറങ്ങിക്കോ, അവിടെ ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. ഇപ്പൊ നിന്നേക്കാൾ ചെറുപ്പം എനിക്ക് കേട്ടാ. അച്ഛനെ നീ വെറുതെ കിളവനാക്കരുത്. ആ, ഓഫീസിലേക്ക് വിട. അതില് ഏറ്റവും ഉചിതമായ ഡേറ്റ് അടുത്ത 9-ാം തീയതിയാ. ഓ, ഇത്ര പെട്ടെന്നോ? അതെങ്ങനെ ശരിയാവും? 9-ാം തീയതി എന്ന് പറയുമ്പോ അതിനിപ്പോ കുറച്ചു ദിവസമല്ലേ ഉള്ളൂ. അതിനിടയിൽ നിശ്ചയം നടത്തണം, ബന്ധുക്കളെ എല്ലാവരെയും വിളിക്കണം. അതിനൊക്കെ പറ്റിയൊരു ദിവസം തീരുമാനിക്കുന്നതല്ലേ നല്ലത് തിരുമേനി? ഈ തീയതി നടത്തിയില്ലെങ്കിൽ പിന്നെ അനുയോജ്യമായൊരു ഡേറ്റ് 8 മാസം കഴിഞ്ഞേ ഉള്ളൂ. ഈ കല്യാണം നടക്കാതിരിക്കുന്നതാണ് നല്ലത്. അല്ല, 8 മാസത്തേക്ക് നീട്ടിക്കൊണ്ട് പോണോ അമ്മേ? അതിന് ചില കുഴപ്പങ്ങളുണ്ട്. ജാതകപ്രകാരം രണ്ടുപേരും വിവാഹിതരാകുന്നതിന് തടസ്സങ്ങളേറെയുണ്ട്. വിവാഹം നീട്ടിവെച്ചാ ചിലപ്പോ അത് നടന്നെന്ന് വരില്ല. എന്ന് വെച്ച് ആചാരങ്ങളൊക്കെ തെറ്റിക്കാൻ പാടുണ്ടോ തിരുമേനി? ആചാരവും അനുഷ്ഠാനവും ഒന്നും തെറ്റിക്കണ്ട. വിവാഹം വളരെ പെട്ടെന്ന് നടത്തുമ്പോ ഒരു ആഘോഷമാക്കാൻ പറ്റില്ല. പതുക്കെ സമയമെടുത്ത് ആലോചിച്ച് നടത്തിയാ മതി. വൈകുന്തോറും തടസ്സങ്ങൾ ഉണ്ടാവുന്നല്ലേ തിരുമേനി പറയുന്നത്? കൊട്ടാരം പോലൊരു വീട്ടിലേക്ക് രാജകുമാരിയെ പോലെ ചെന്ന് കേറും എന്നാണ് ഫലം. രാജകുമാരനാണോ എന്നെ കെട്ടാൻ പോകുന്നത്? കുടിലിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് നീ എത്തും. ഒരു 50 രൂപ ദക്ഷിണയായിട്ട് താ, ബാക്കി കൂടി പറയാം. 50 രൂപയ്ക്ക് വേണ്ടിയാണല്ലേ ഈ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത് സത്യമാകുന്ന കാര്യങ്ങളാ. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കുടുംബത്തിലേക്ക് നീ മരുമകളായിട്ട് ചെല്ലും. നീ ആയിരിക്കും അവിടുത്തെ പ്രധാന ആള്. അതെ, എന്റെ കല്യാണം തീരുമാനിച്ചിരിക്കാം. വെറുതെ അതിനെക്കുറിച്ച് പറയണ്ട. നിങ്ങൾ തീരുമാനിക്കുന്നതല്ല, ഈശ്വരൻ തീരുമാനിക്കുന്ന വിവാഹമാണ് നടക്കാൻ പോകുന്നത്. അങ്ങനെയാണ് ഫലം. കൈ നീട്ടുമോളെ, കൈ നോക്കി കൂടുതൽ കാര്യങ്ങൾ പറയാം. കൈ നീട്ട്. ഞാൻ കൈനോട്ടത്തിലൊന്നല്ല, കൃഷ്ണ ഭഗവാനിലാ വിശ്വസിക്കുന്നത്. ആ, അതേ ഭഗവാൻ എന്നിലൂടെ ഈ കാര്യങ്ങൾ നിന്നെ അറിയിക്കുന്നതാണ്. ഇന്ന് നിന്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കും. ഹലോ ഹലോ, വർമ്മ സാർ. രവീന്ദ്ര, ഞാൻ അവിടേക്ക് വന്നോണ്ടിരിക്കുക. മെയിൻ റോഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു റോഡ് കാണുന്നുണ്ട്, അതിലല്ലേ? വർമ്മ സാർ കഴിഞ്ഞ തവണ വന്നതല്ലേ, ആ വഴി മറന്നോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പ്രശസ്ത തായമ്പക വിദ്വാൻ വാസുദേവന്റെ വീട് ചോദിച്ചാൽ മതി. ഓക്കെ. അതിനു മുമ്പിൽ നിന്ന് ഇടത്തേക്ക് കിടക്കുന്ന വഴി എന്റെ വീട്ടിലേക്കാ. ശരി, ഓക്കെ, കാണാം. ഓക്കെ. മോളെ, മോളെ നിക്ക്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. വേണ്ട, എന്റെ കൈ നോക്കണ്ട, മുഖലക്ഷണം പറയണ്ട. എന്റെ കയ്യിൽ നിങ്ങക്ക് തരാൻ 50 രൂപയില്ല. അയ്യോ മോളെ, ഞാൻ പറയുന്നൊന്ന് കേട്ടിട്ട് പോ. സ്നേഹം ഭാവിച്ച് കൂടെ നിൽക്കുന്ന പലരും കുഴി വീഴ്ത്താൻ ശ്രമിക്കുന്നുണ്ട്. അതാരൊക്കെയാണെന്ന് ഞാൻ പറയാം. ദക്ഷിണ വെക്കും മോളെ. ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ശത്രുക്കളും ഇല്ല.
നീ അറിയാതെ തന്നെ നിനക്ക് ചുറ്റും ശത്രുക്കൾ കൂടുന്നുണ്ട്. പക്ഷേ അവരെക്കാളൊക്കെ ശക്തനായ ഒരാൾ മോളുടെ സഹായത്തിനായുണ്ട്. അയാളിപ്പോ ദുർബലനായിട്ടിരിക്കുക. അയാൾ അവിടെ ദുർബലനായിട്ട് ഇരുന്നോട്ടെ, എനിക്കെന്താ കുഴപ്പം? ഞാനിപ്പോ ആരുമായിട്ടും യുദ്ധത്തിന് പോകുന്നില്ല. ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാം. മോളെ ദക്ഷിണ തന്നിട്ട് പോ മോളെ. ഇത് ദക്ഷിണയൊന്നുമല്ല, പോയൊരു ചായ കുടിച്ചോ. നിനക്ക് നല്ലൊരു മനസ്സുണ്ട്. നിന്റെ നന്മ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരെ സൂക്ഷിക്കണം. ജയന്തി, അയ്യോ ഞാൻ എവിടെയാ? അയ്യോ അയ്യോ വേറെ ആരും കാണണ്ട, എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കാം. ജയന്തി, ദാ വരുന്നു. അയ്യോ ഇത് എവിടെ വെക്ക? ജയന്തി, ദാ വരുന്നു. സാറിന്റെ വണ്ടിയുടെ താക്കോല്, പിന്നെ ബാഗ് കാറിലില്ല. ബാഗില്ലേ? അതില് 30 ലക്ഷം രൂപ ഉണ്ടായിരുന്നല്ലോ. $30 ലക്ഷം രൂപ കാറിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സാർ ഇപ്പൊ തന്നെ പോലീസ് കംപ്ലൈന്റ് ചെയ്യണം. സാറേ, അതെ അതെ, കാർ ലോക്ക് ചെയ്തോണ്ടേ കാശ് ആരേലും എടുത്തോണ്ട് പോയി കാണും. സാറിനെ രക്ഷപ്പെടുത്താനുള്ള തിരക്കിലേ ഞങ്ങൾ ആരും അത് ശ്രദ്ധിച്ചില്ല. യോ ഇനിയിപ്പോ എന്ത് ചെയ്യും? പിന്നെ ഈ പ്രദേശത്ത് കള്ളന്മാര് വലിയ ശല്യ. ഞാൻ പോയി ഒന്നുകൂടെ നോക്കിട്ട് വരാവേ. സാറ് വിഷമിക്കണ്ട, ഇത് അമ്പലവാസികൾ മാത്രം താമസിക്കുന്ന സ്ഥലം. സത്യസന്ധമായ ഒരു മുതലും ഇവിടെ നഷ്ടപ്പെടത്തില്ല. ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യരുതെന്ന് എത്ര തവണ പറഞ്ഞിട്ടുള്ളതാ? ഡ്രൈവ് ചെയ്തതിന്റെ അല്ല, ഷുഗർ കുറഞ്ഞതാ. അത് മധുരം കഴിച്ചപ്പോ നോർമലായി. അങ്ങനെ സ്വയം ചികിത്സിക്കണ്ട. ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് നടത്തിയാൽ എനിക്ക് സമാധാനമാവും. അച്ഛനാകെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഫോണിൽ വിളിച്ചിട്ട് കിട്ടാതെ വന്നപ്പോ രവീന്ദ്രൻ സാറിന്റെ വീട്ടിലേക്ക് അന്വേഷിച്ചു പോകാൻ തുടങ്ങിയതാ. അപ്പോഴാ അമ്മ വിളിച്ച് ആൾ ഇവിടെ എത്തിയെന്ന് പറഞ്ഞത്. ആനന്ദേട്ടന്റെ ജോലിഭാരം കുറയ്ക്കാനാ ഓരോരോ ഉത്തരവാദിത്തം നിങ്ങളെ ഏൽപ്പിച്ചത്. എന്നിട്ടും റെസ്റ്റ് എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാ അത് കഷ്ടമാ. ഇത് അവന്റെ കുറ്റമല്ല, ഡ്രൈവറെ കൂട്ടിവിടാന്ന് പറഞ്ഞതാ. ഞാനാ സമ്മതിക്കാത്തത്. ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ തലർക്കം വന്നിരുന്നെങ്കിലോ? ഇതിപ്പോ ഏതൊരു പെൺകുട്ടി കണ്ടുകൊണ്ട് അവളുടെ വീട്ടിൽ കൊണ്ടുപോയി ശുശ്രൂഷിച്ചു. എന്താ സംഭവിച്ചത്? ആരാത്തിനെ രക്ഷിച്ചത്? രവീന്ദ്രന്റെ അടുത്തുള്ള വീട്ടുകാരാണ്. എന്നെ രക്ഷിച്ച പെൺകുട്ടിയെ കാണാൻ പറ്റിയില്ല. എന്തോ ആവശ്യത്തിന് പുറത്തുപോയെന്നാ പറഞ്ഞത്. ഏതായാലും നല്ല മനുഷ്യരാ. അല്ലെങ്കിൽ ബാഗിലുണ്ടായിരുന്ന 30 ലക്ഷം രൂപ കൈക്കലാക്കിയനെ. കിട്ടിയില്ലെന്ന് പറഞ്ഞ പോരെ? സത്യസന്ധരായ നാട്ടിൻപുറത്ത് നന്മയുള്ള മനുഷ്യരാ അവര്. നമുക്കെല്ലാവർക്കും കൂടി ഒരു ദിവസം അവിടെ പോകണം. തീർച്ചയായിട്ടും വേണം. ആനന്ദേട്ടനെ അപകടത്തിൽ നിന്ന് രക്ഷിച്ചതിനും സുരക്ഷിതമായി പണം തിരിച്ചേൽപ്പിച്ചതിനും നന്ദി പറയണം. ആ ആനന്ദേട്ടാ, അത് മാത്രല്ല, ഇന്ന് ജോത്സരി വന്നിരുന്നു. അഖിലിന്റെ വിവാഹത്തിന് മുന്നോടിയായിട്ടുള്ള പൂജ ബുധനാഴ്ച നടത്തണം. അതൊക്കെ വേണോമേ? വേണം.
നിന്റെ കല്യാണം യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ നടക്കാനും ദോഷങ്ങൾ മാറാനോ ഈ പൂജ. ഇപ്പൊ തന്നെ കണ്ടില്ലേ എത്ര വലിയൊരു അപകടത്തിനാ ഈശ്വരൻ ആനന്ദേട്ടനെ രക്ഷപ്പെടുത്തിയത്. ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ എന്തും നിലനിൽക്കും. അതുകൊണ്ട് ഈ കാര്യത്തില് ആരും എതിർപ്പ് പറയണ്ട. എല്ലാം നിന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. പൂജാ ചടങ്ങുകളൊന്നും മാറ്റിവെക്കണ്ട. ജോത്സ്യർ എന്താണോ പറഞ്ഞത് അതുപോലെ ചെയ്യുക. നീ വിവാഹിതരാൻ പോവുകയാണ്. ഇനി കുറച്ച് ഭക്തിയും വിശ്വാസമൊക്കെ ആവാം കേട്ടോ. ഞാൻ തിരുമേനിയുമായിട്ട് സംസാരിച്ചിരുന്നു. വിവാഹം തീരുമാനിച്ച സ്ഥിതിക്ക് ഇനി ഒരു നിശ്ചയത്തിന്റെ ആവശ്യമില്ലാതെ നേരിട്ട് വിവാഹത്തിലേക്ക് നീങ്ങാമെന്ന അദ്ദേഹം പറഞ്ഞത്. അതിനു മുൻപ് തടസ്സങ്ങൾ മാറാനായി ഒരു പ്രത്യേക പൂജ നടത്തേണ്ടതുണ്ട്. വിഘ്നങ്ങൾ തീർക്കാനും വിവാഹം സമംഗളം നടക്കാനും വേണ്ടി. അരവിന്ദനോടും കൂടി ചോദിച്ചിട്ട് തീരുമാനം വിളിച്ചു പറഞ്ഞാൽ മതി. അതോ അവര് വരാൻ വേണ്ടിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യണോ? അരവിന്ദൻ ജയന്തിയും കുട്ടി അവിടെ വീട് വരെ പോയതാ. വരാൻ സന്ധ്യയാവും ഇല്ലേ? ഈ കുടുംബത്തോട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹവും കടപ്പാടും വലുതാ. ഇനിയുള്ള കാര്യങ്ങളും നിങ്ങളുടെ രണ്ടുപേരുടെ തീരുമാനം പോലെ നടക്കട്ടെ. അരവിന്ദനോട് ഞാൻ പറഞ്ഞോളാം. നമുക്ക് കർമ്മം ചെയ്യാനേ പറ്റൂ. ഫലം തരേണ്ടത് ഈശ്വരനാ. മറക്കണ്ട, മറ്റന്നാൾ ബുധനാഴ്ച പുലർച്ചെയാണ് ചടങ്ങുകൾ. പൂജാകർമ്മങ്ങൾക്കുള്ള ചെലവുകളും മറ്റൊരുക്കങ്ങളും ഞാനവിടെ റെഡിയാക്കിക്കൊള്ളാം. നിങ്ങളെല്ലാം കൃത്യസമയത്ത് അവിടെ എത്തിയാ മതി. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കും. നിന്റെ മുഖത്തെ മ്ലാനത ഒന്ന് മാറ്റി ഒന്ന് ചിരിക്കേ. ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി എന്നാ. എന്റെ കൃഷ്ണ, ശ്യാമയുടെ വിവാഹ തടസ്സങ്ങളൊക്കെ മാറി വിവാഹം മംഗളകരമായി നടത്താൻ അനുഗ്രഹിക്കണേ ഭഗവാനെ. കരുണ ചെയ്വാനെന്തു താമസം കൃഷ്ണ കഴലീണ കൈ തൊഴും കരുണ ചെയ്വാനെന്തു താമസം കൃഷ്ണ കഴലീണ കൈ തൊഴും കൃഷ്ണ. ഇതെന്ത് ഇവിടെ വരുന്നവർക്കെല്ലാം നിങ്ങളാണോ മാല കെട്ടുന്നേ? അല്ല, ഏതോ ഒരു കോടീശ്വരനായ പയ്യന്റെ വിവാഹ തടസ്സം നീങ്ങുന്നതിനുള്ള ചടങ്ങാ. അവർക്ക് വേണ്ടിയുള്ള പൂമാലകളാ തയ്യാറാക്കുന്നത്. ഇതെന്റെ മോള. ഇവളുടെ വിവാഹം ഉടനെ നടക്കും. അതിനു മുന്നോടിയായിട്ട് വിഘ്നേശ്വര പൂജയും ഭഗവാന് മാല സമർപ്പിക്കുന്ന ചടങ്ങ് നടത്താൻ വേണ്ടി വന്നതാ. ഇന്ന് പുലർച്ചെ നടക്കുന്ന 2 ചടങ്ങുകളും യാതൊരു തടസ്സമില്ലാതെ വിവാഹം നടക്കാനാണല്ലേ? ശ്രീകോവിലിൽ സമർപ്പിക്കേണ്ടത് പൂമാലയാണ്. ഇതോടനെ കെട്ടിത്തീരും. അത് നമുക്ക് ചടങ്ങിന് കൊടുക്കാലോ. ശ്രീകോവില് തുറക്കുമ്പോ പ്രതിഷ്ഠയില് ചേർത്താൻ എന്റെ ഈ തുളസിമാല മതി. മോളെ, ക്ഷേത്രകുളത്തെ മുങ്ങിക്കുളിച്ച് ശുദ്ധി വരുത്തിയിട്ട് വേണം മാല സമർപ്പിക്കാൻ കേട്ടോ. ഇത് നിനക്ക് മാറ്റി ധരിക്കാനുള്ള വേഷം. ശരി. എന്താ അമ്മ? കറണ്ട് പോയില്ലേ? അക്കിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അവൻ കുളിക്കാൻ പോയിരിക്കില്ലേ? അകേ പേടിയാവുന്നമ്മ. Sir!
സാറിന്റെ വീട്ടുകാരെല്ലാം എന്നെ കണ്ട കുഴപ്പമോ? സാർ കുഴപ്പമില്ല, ഇവിടെ ഇരുന്നോ, അമ്മ ഇപ്പൊ വരും. അഖിൽക്കൊന്നും പറ്റിയോ? പിടിച്ച മോളെ. അഖി മോനെ, നിനക്ക് എന്തെങ്കിലും പറ്റിയോടാ? അമ്മ, ഞാനിവിടെ കുളിക്കാൻ വന്നപ്പോ കറണ്ട് പോയി. അപ്പൊ ഞാൻ വെള്ളത്തിൽ വീണത് ഓർക്കുന്നുണ്ട്. എന്റെ ഈശ്വര, ആരോ എന്നെ വെള്ളത്തിൽ നിന്ന് രക്ഷിച്ചു. അതൊരു സ്ത്രീയാ. അവരെന്നെ കാണുന്നതിന് മുൻപ് ഇവിടുന്ന് രക്ഷപ്പെടാം. ഭഗവാനെ, നീ കാത്തു മോനെ. വാ. നക്ഷത്രം നേരത്തെ പൊങ്കാല തയ്യാറാക്കിയിട്ടുണ്ടോ? ഇത്ര ഭക്തിയും വിശ്വാസമുള്ള നക്ഷത്രയോട് അത് ചോദിക്കേണ്ട കാര്യമുണ്ടോ അമ്മേ? എല്ലാം ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഞാൻ സഹായിക്കണോ? അതിന് നിനക്കറിയോ? അല്ല, പഠിക്കാലോ. അതൊന്നും വേണ്ട, ഇത് നക്ഷത്ര തന്നെ തയ്യാറാക്കിക്കോളൂ. ഇതിന്റെ പൂർണ്ണതയാണ് നിങ്ങളുടെ കുടുംബജീവിതത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പ്. അന്ധമായി ഇങ്ങനെ വിശ്വസിക്കല്ലേ അമ്മേ. നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങിയ എല്ലാം വിശ്വസിക്കണം, അല്ലെങ്കിൽ ഒരു വിശ്വാസവും വേണ്ട. നമ്മളെല്ലാരും ചുറ്റി നിന്ന നക്ഷത്രയ്ക്ക് ബുദ്ധിമുട്ടാവില്ലേ? ഇടയ്ക്ക് ഐശ്വര്യ വന്ന് നോക്കിക്കോളൂ. മോള് തുടങ്ങിക്കോ. വട പുക അലർജിയാ. ശരിക്കും ചൂടും പുകയൊക്കെ ഏറ്റ് കഷ്ടപ്പെട്ടാലേ അഖിലിന്റെ ഭാര്യ ആവാൻ പറ്റൂ. ഞാനൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി വന്നതാ. അമ്മ കണ്ട വഴക്കു പറയും. ഉണ്ടാക്കുന്നത് നേർച്ചയാ, അത് അത്ര ശ്രദ്ധയോടെ ഉണ്ടാക്കണം. വാ, ഞാൻ പറഞ്ഞുതരാം. ഈ ഐശ്വര്യ മേഡത്തിന് എന്താ നക്ഷത്രം ഇത്ര ദേഷ്യം? ഞാൻ പറഞ്ഞുതരാം. ഇത് വളരെ ഈസിയാണ്. ആദ്യം ആ അരി എടുത്തിട്ടെ. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇങ്ങനെ അഭിപ്രായം പറയാതെ ഉണ്ടാക്കി കാണിച്ച പോരെ. ഇപ്പൊ മനസ്സിലായല്ലോ ഇതെങ്ങനെ തയ്യാറാക്കുന്നെന്ന്. നന്നായി മനസ്സിലായി. ഇത് നന്നായിട്ട് തീ കത്തിച്ചിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ബാക്കി ഞാൻ ചെയ്യാം. ഐശ്വര്യ മാം പോയിക്കോളൂ. ശരി. ഉണ്ടാക്കുന്ന ഈ പൊങ്കാല പായസം ഇവളുടെ അഹങ്കാരം അവസാനിപ്പിക്കും. ഈ പൊങ്കാല നിവേദ്യം കൊളാവുമല്ലോ. എങ്ങനെ ഇതൊന്ന് തീർക്കുന്നത്? മൊബൈലിൽ നോക്കാം.
കാണുമല്ലോ. പുറത്തു പോ. നിവേദ്യം റെഡിയായില്ലേ മോളെ? ആ ആയി, അകത്ത് റെഡിയായി. ചൂട് കാരണം ഞാനൊന്ന് പുറത്തിറങ്ങിയതാ, അറിയാതെ ഉറങ്ങിപ്പോയി. എങ്കി വാ നമുക്ക് നോക്കാം. ആ വാ. എന്തിനാ ടെൻഷൻ? വാ. കൃഷ്ണ, ആനന്ദവർമ്മയും ഫാമിലി ഇവിടെ ഉണ്ടല്ലോ. ആ, ഈ ശ്യാമ ഇതോടെ പോയി. ഇതൊക്കെ ആരാ ചെയ്തേ? പൊങ്കാല ഇത്ര പെട്ടെന്ന് തയ്യാറായോ? നക്ഷത്ര പൊങ്കാല ഉണ്ടാക്കാൻ എക്സ്പേർട്ട് അല്ലേ? ഇവളുണ്ടാക്കിയ നിവേദ്യത്തിന്റെ ഗുണം അറിയാൻ പോകുന്നതേ ഉള്ളൂ. ഞാനിത് ദേവിക്ക് നേദിച്ചിട്ട് വരാം. വാ. ഇത് കഴിച്ചിട്ട് വെറുതെ എന്തിനാ ഛർദിക്കുന്ന? ഈശ്വര, നിങ്ങളുടെ മരുമകളായി വരാൻ പോണ പെൺകുട്ടി തയ്യാറാക്കിയ പൊങ്കാല അതിവിശിഷ്ടമായിരിക്കണു. അപ്പൊ ഉപ്പോ? ഉപ്പോ? അല്ല, പായസം നന്നായോന്ന് ചോദിച്ചതാ. പൂജാരി പറഞ്ഞ സത്യ. എന്റെ മൂന്നാമത്തെ മരുമകളായിട്ടല്ല, മകളായിട്ട് വരുന്നവൾ ഏറെ ഭക്തിയോടും സ്നേഹത്തോടും ഉണ്ടാക്കിയതാണ് ഈ പൊങ്കാല. അതാ ഇത്ര രുചി. വസു, അതൊന്നും മാറ്റണ്ട. പക്ഷേ ഇതിനിടയ്ക്ക് നമുക്കൊരു എൻഗേജ്മെന്റ് നടത്തണം. ആനന്ദേട്ടാ, തിരുമേനി പറഞ്ഞത് മാറുന്നോ? അമ്മേ, പരിഹാരമില്ലാത്ത പ്രശ്നമൊന്നുമില്ലല്ലോ. തിരുമേനി തന്നെ വിളിച്ച് നിശ്ചയത്തിനുള്ള ഡേറ്റ് കുറിപ്പിക്കാം. ഇതുവരെ ചർച്ചയൊന്നും തീർന്നില്ലേ? നിന്റെ വിവാഹ നിശ്ചയം നടത്തുന്നതിനെ കുറിച്ചാ. ആ, അത് നടത്തണ്ട. നടത്തിയാൽ എന്തോ കുഴപ്പമുണ്ടാവെന്ന് പറഞ്ഞിട്ടല്ലേ മാറ്റിവെച്ചത്. ദോഷപരിഹാരത്തിനായി വെളുപ്പാങ്കാലത്തെ അമ്പലക്കുളത്തിൽ കുളിക്കാൻ പോയപ്പോ ഉണ്ടായ പൊല്ലാപ്പൊക്കെ എനിക്കല്ലേ അറിയൂ. നിന്റെ വിവാഹം യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ നടക്കണമെന്നേ അമ്മ ആഗ്രഹിച്ചിട്ടുള്ളൂ. എൻഗേജ്മെന്റ് നടത്തണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങൾ എല്ലാരും ചേർന്ന് എന്ത് തീരുമാനിക്കുന്നോ അതിന് നിന്ന് തരാൻ ഞാൻ റെഡിയാ. പക്ഷേ അതിന്റെ പേരിൽ ഈ അമ്പലത്തിൽ പോയി ശയന പ്രദക്ഷിണം ചെയ്യണമെന്നൊന്നും പറഞ്ഞേക്കരുത്. പരിഹാരക്രിയകളെ കുറച്ച് ലളിതമാക്കാൻ തിരുമേനയോട് ഒന്ന് പറയണം. എന്നാ എല്ലാവരുടെ ആഗ്രഹം പോലെ നമുക്ക് എൻഗേജ്മെന്റ് നടത്താം. പക്ഷേ എൻഗേജ്മെന്റ് ഡേറ്റ് കുറിക്കുന്ന കാര്യം നക്ഷത്രയുടെ വീട്ടുകാരെ അറിയിക്കണം. നമ്മൾ മാത്രമായിട്ട് ഒരു തീരുമാനം എടുക്കുന്നത് ശരിയല്ലല്ലോ. തീയതി നിശ്ചയിക്കുന്ന ദിവസം അവരിവിടെ വേണം. അത് ഞാൻ നക്ഷത്രയുടെ പപ്പയെ വിളിച്ച് പറഞ്ഞോളാം. അത് കഴിഞ്ഞ് നക്ഷത്രയെ വസു എന്ന് വിളിച്ചോളൂ. എന്നാ പിന്നെ തിരുമേനിയോട് നാളെ ഇങ്ങോട്ട് വരാൻ പറയാം. ഇവിടെ വെച്ച് എൻഗേജ്മെന്റ് തീയതി കുറിക്കാം. അതെല്ലാം വസുവിന്റെ ഇഷ്ടം. ആദി,
അനാവശ്യ സംശയങ്ങളൊന്നും വേണ്ടാന്ന് നിന്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞേക്കണം കേട്ടോ. ശരി. ഞാൻ കല്യാണത്തിന് ശേഷം പ്രോഗ്രാമിന് ചെന്നില്ലെങ്കിലൊന്ന് അവർക്ക് പേടിയുണ്ട്. അതുകൊണ്ടാ ഓരോരോ കാരണങ്ങൾ എടുത്തിട്ട് കല്യാണം മുടക്കാൻ ശ്രമിക്കുന്നത്. അരുന്ധതി മേഡത്തിന് എന്തിനാ കുറ്റം പറയുന്നത്? അവര് ചോദിച്ച കാര്യങ്ങൾ ശരിയല്ലേ? പ്രശസ്ത കലാകാരന്മാരായ അച്ഛനും മോനും കേരളത്തിൽ എവിടെയെല്ലാം പരിചയക്കാരുണ്ട്. ഈ പയ്യനെ പറ്റി ആരോടെങ്കിലും ഒന്ന് അന്വേഷിച്ചോ? ജയന്തി, നീ എരുതിയിൽ എണ്ണ ഒഴിക്കല്ലേ? ഇതാ കുഴപ്പം. ഞാൻ എന്തെങ്കിലും പറഞ്ഞാ അത് അധിക പ്രസംഗം. ഇക്കാര്യം ചോദിച്ചപ്പോ എന്നോട് ദേഷ്യപ്പെട്ട അരവിന്ദേട്ടൻ ഇറങ്ങിപ്പോയി. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാ എല്ലാ പ്രശ്നങ്ങളും തീരുമല്ലോ. എടുത്തേ, ജഗന്നാഥൻ സാറും മായ മാഡവും സമൂഹത്തിൽ അറിയപ്പെടുന്ന ആൾക്കാരാ. അവര് കൊണ്ടുവന്ന ബന്ധം ഇപ്പോഴാണോ ഏട്ടത്തിക്ക് കുഴപ്പമായത്? അത് തന്നെയാ ഞങ്ങളുടെ സംശയം. ജയന്തി, നിങ്ങളുടെ സംശയങ്ങൾക്ക് ഒരിക്കൽ കൂടി ഞാൻ മറുപടി പറയാം. ഞങ്ങളുടെ മരണം കൊണ്ടുപോയ മകളുടെ പകരക്കാരിയാണ് ശ്യാമ. ഇവളെ ഇഷ്ടമാണെന്ന് ഇങ്ങോട്ട് പറയുന്ന ഒരാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അങ്ങനെ കണ്ടെത്തിയ വരന വിഷ്ണു. ഇത് ഞങ്ങളുടെ മകളുടെ കല്യാണമാണ്. ഞങ്ങളുടെ കാലശേഷം ഞങ്ങളുടെ എല്ലാ സ്വത്തുക്കളുടെയും അവകാശി ശ്യാമയായിരിക്കും. ഞാനൊരു സാധാരണ കുടുംബത്തിലാങ്ങോ അതേപോലൊരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സൗഭാഗ്യങ്ങളുള്ളൊരു ജീവിതം നിന്നെ കാത്തിരിക്കുന്നത്. നിന്നെ അവിടെ വരെ എത്തിച്ചാലേ ഞങ്ങൾ കണ്ട സ്വപ്നം യാഥാർത്ഥ്യാവൂ. നിങ്ങൾക്ക് വേണ്ടത് വിഷ്ണുവിന്റെ ജാതകമല്ലേ? അതിവിടെ എത്തിക്കാൻ ഞാൻ പറയാം. അല്ലെങ്കിൽ വേണ്ട, വിഷ്ണുവിന്റെ നമ്പരും അഡ്രസ്സും അങ്ങ് തരാം. നിങ്ങൾ തന്നെ നേരിട്ട് വിളിച്ചോളൂ. ജഗന്നാഥ, ഇതിപ്പോ ഞങ്ങൾക്ക് നിങ്ങളെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല. എന്തെങ്കിലും അത്യാവശ്യം വന്നാ സാറിനെയും മാഡത്തിനെയും വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. ചെറുക്കനെ വിളിച്ചാ പോരെ. ഇനിയിപ്പോ വിഷ്ണുവിന്റെ വീടും ബന്ധുക്കളേക്ക് ഒന്ന് കാണണമെങ്കിൽ ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങോട്ടേക്ക് പോവാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്നെ മകളെപ്പോലെ സ്നേഹിക്കുന്ന നിങ്ങളെ അവിശ്വസിക്കുന്നു എന്നൊരു തോന്നലുണ്ടാകുന്ന തന്നെ പാപ. മോളുടെ കല്യാണം ഒരു തടസ്സമില്ലാതെ നടക്കണമെന്ന് ഏതൊരമ്മയും ആഗ്രഹിക്കാത്തത്. അതുകൊണ്ട് മാത്ര ജാതകം ചോദിച്ചത്. ഇവരുടെ ജാതകം ഒത്തു നോക്കിയിട്ട് പൊരുത്തം ഇല്ലെങ്കിലോ ഈ വിവാഹം വേണ്ടാന്ന് വെക്കുവോ? പരിഹരിക്കാൻ കഴിയാത്ത പൊരുത്തക്കേടുകളൊന്നും ഇല്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും പരിഹാര പൂജ ചെയ്യണമെങ്കിൽ അത് നേരത്തെ തന്നെ ചെയ്യാം. അതിനാ ജാതകം ചോദിച്ചത്. വാസുവേട്ടാ, വിഷ്ണുവിന്റെ നമ്പർ ഞാൻ അയച്ചിട്ടുണ്ട്. അഡ്രസ് വീട്ടിൽ ചെന്നിട്ട് വിളിച്ചു പറയാം. പിന്നെ ജാതകം അത് വിഷ്ണു തന്നെ ഇവിടെ എത്തിക്കും. വാസുവേട്ടാ, നമ്മുടെ ബന്ധം എന്നും കണ്ണുനീര് പോലെ തെളിഞ്ഞതായിരിക്കണം. അതിൽ സംശയത്തിന്റെ ഒരു നിഴല് പോലും വീഴാൻ പാടില്ല. എന്നെ മരണക്കയത്തിൽ നിന്ന് രക്ഷിക്കാൻ നീ ആരെ അയച്ചത്? കണ്ണാനിയാട് ഉമ്മയിൽ പീലിതൻ ചേലാട്. അഖിൽ സർ, അങ്ങനൊരു വിളിയൊച്ച ഞാൻ കേട്ടായിരുന്നു. കേട്ടിരുന്നു. അവള് തന്നെയാ എന്നെ വെള്ളത്തിൽ നിന്ന് രക്ഷിച്ചത്. അപ്പൊ എന്നെ അഖിൽ സാർ എന്ന് വിളിച്ചത് അത് എനിക്കങ്ങനെ തോന്നിയതാണോ?
ശ്യാമയല്ലേ? ആ ആ അതെ. ഇത്ര പെട്ടെന്ന് ശബ്ദത്തിനൊരു വ്യത്യാസം? അത് മൂക്കടപ്പാ. ആ, നിങ്ങൾ ആരാ? ഞാന് വിഷ്ണു. ആര്? അല്ല, കല്യാണം കഴിഞ്ഞിട്ട് ശ്യാമ എന്നെ എന്താ വിളിക്ക? വിഷ്ണുവേട്ടാന്നല്ലേ വിളിക്ക? വിഷ്ണുവേട്ടനോ? ആരിവൻ? എങ്ങനെ? അല്ല, വിവാഹത്തിന് മുമ്പേ വിഷ്ണുവേട്ടാന്ന് വിളിച്ച് ശീലിച്ച എളുപ്പമല്ലേ? ഓ, അവളെ കെട്ടാൻ പോകുന്ന വിഷ്ണു അല്ലേ? ഇപ്പൊ ശരിയാക്കി തരാം. എന്താ ശ്യാമയൊന്നും പറഞ്ഞില്ല? അങ്ങനെ വിളിക്കാൻ എനിക്ക് നാണോ? ദേ, സ്വരം പിന്നെയും മാറിയല്ലോ. അത് അങ്ങനെയാ, മൂടനുസരിച്ച് എന്റെ സ്വരം മാറും. എന്നാ ഈ മൂഡിലൊന്ന് വിഷ്ണുവേട്ടാന്ന് വിളിക്കേ. വിഷ്ണുവേട്ടാ. എന്താ ഒന്നും മിണ്ടാത്തെ? ആ വിളി ഇത്തിരി കടുത്തു പോയോ? ഇല്ല, അതെന്റെ ഹൃദയത്തിൽ തറച്ചിരിക്ക. ഇളക്കണ്ട, ഹൃദയേ കീറിപ്പോയാലോ? എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണോ? വെറുതെ ഇഷ്ടപ്പെട്ടിട്ട് എന്താ കാര്യം? ഈ കല്യാണം നടക്കാനേ കൊറേ പാടുപെടേണ്ടി വരും. തനിക്ക് വേണ്ടി ഞാൻ എന്ത് റിസ്ക് എടുക്കും. അയ്യോ, അച്ഛനും ഏട്ടനൊക്കെ വരുന്നുണ്ട്, പിന്നെ വിളിക്കാവേ. ഓ ശരി. നിശ്ചയം ആഘോഷപൂർവ്വം നടത്താൻ പാടില്ലെന്നാ കാണണേ. എന്നാൽ ലളിതമായി നടത്താം. ആ, ലളിതമെന്ന് പറയുമ്പോഴേ വധുവിന്റെയും വരന്റെയും വീട്ടുകാർ മാത്രം പങ്കെടുക്കുന്ന ഒരു ചടങ്ങ്, അത്രയേ ആകാവൂ. ചടങ്ങ് ലളിതമായിട്ടാവാം, അതിനുശേഷം ഒരു ഫംഗ്ഷൻ നടത്തുന്നതിൽ കുഴപ്പമുണ്ടോ? പാടില്ല പാടില്ല. വിവാഹം വരെ ഒരാഘോഷ പരിപാടികളും പാടില്ല. അതിനെല്ലാം പകരമായിട്ട് വിവാഹം കെങ്കേമായി നടത്താലോ? തിരുമേനി പറഞ്ഞ പോലെ ചെയ്യാം. ഇനി നിശ്ചയത്തിന് പറ്റിയ തീയതി കൂടി. ഓ, നോക്കട്ടെ. ഈ മാസം 29 വിവാഹ നിശ്ചയം നടത്താം. എന്താ? അങ്ങനെയാവാം. ചടങ്ങുകൾ ലളിതമായി നടത്തുന്ന കാര്യം പ്രത്യേകം ഓർക്കണം കേട്ടോ. ശ്യാമയല്ലേ ഇത്? ഇവളെന്താ ഇവിടെ? ഇവളാരെ കഥയിൽ നിൽക്കുന്നേ? അഖിലല്ലേ ഇത്?
ഇവനുമായി ഇവൾക്കൊരു ബന്ധമില്ലെന്ന് പറഞ്ഞിട്ട് ഈ കള്ളക്കിളി ഇവളുടെ വീട്ടുകാരെ അറിയിച്ചിട്ട് തന്നെ കാര്യം. എന്റെ ജീവന്റെ വില ഒരു കൊച്ചു സമ്മാനത്തിൽ ഒതുക്കാണെന്ന് വിചാരിക്കരുത്. ഞാൻ അപ്പോഴത്തെ സാഹചര്യത്തില് എന്റെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും അങ്ങനെയല്ലേ ചെയ്യൂ? അതിന് ഗിഫ്റ്റ് ഒക്കെ ശ്യാമ എനിക്ക് വെറും ഒരാളല്ലാന്ന് ഓർമ്മിപ്പിക്കുന്നതായിരുന്നു ഓരോ ഇൻസിഡൻസും. ശ്യാമ അവിടെ എത്തപ്പെടുകയായിരുന്നു എന്നെ രക്ഷിക്കാൻ വേണ്ടി മാത്രം. ശ്യാമ എന്നെ നല്ലൊരു ഫ്രണ്ടായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇത് വാങ്ങണം. ഓരോ തവണയും എന്നെ അപകടത്തിൽ നിന്ന് രക്ഷിച്ചത് ശ്യാമയാണെന്ന് ഉറപ്പിച്ചു തന്നെയാ ഞാൻ വന്നത്. ഞാനിത് ശ്യാമയ്ക്കായിട്ട് കൊണ്ടുവന്നത്. സ്വീകരിച്ചില്ലെങ്കിൽ ഞാനിതങ്ങ് ഉപേക്ഷിക്കും. ഒപ്പം നമ്മുടെ ഫ്രണ്ട്ഷിപ്പും. നമ്മുടെ ഈ കൂട്ടുകെട്ട് ആത്മാർത്ഥമാണെങ്കിൽ ശ്യാം ഇത് വാങ്ങും. ഓക്കെ. ഇത് ഞാൻ അവസാനിപ്പിച്ചു തരാം. തുറന്നു നോക്ക്. ഞാൻ വീട്ടിൽ ചെന്നിട്ട് തുറന്നു നോക്കാം. ഇപ്പൊ ഒന്ന് തുറന്നു നോക്ക്.